നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ മാവോയിസ്റ്റ് നേതാവ് അറസ്റ്റിൽ. കൽപ്പറ്റ സ്വദേശി സോമനെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. മാവോയിസ്റ്റ് നാടുകാണി ദളം കമാൻഡന്റായ സോമനെ ചോദ്യം ചെയ്യാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. സംസ്ഥാനത്തെ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ BJP സംരക്ഷണമൊരുക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം യാദൃശ്ചികമല്ലെന്നും മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിനു പിന്നിലെന്നും കെ സുരേന്ദ്രൻ. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം. മലമ്പനി പോലുള്ള മാരക രോഗങ്ങളോട് പടവെട്ടി ജീവിതം പടുത്തുയർത്തിയവരാണ് കുടിയേറ്റ കർഷകരെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ ആവശ്യമെങ്കിൽ വെടിവെക്കാനുള്ള അവകാശം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി MP. തൃശൂർ ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷത്തിന് തുടക്കം. സംസ്ഥാനത്തുടനീളമുണ്ടായ ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുത ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി തടസ്സമൊഴിവാക്കാൻ ജീവനക്കാർ കഠിന പരിശ്രമത്തിലെന്നും മന്ത്രി. തുമ്പൂർ 33 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കാലവർഷക്കെടുതികൾ തുടരുന്നു. കോട്ടായി പിരിയായിരി മേഖലകളിൽ വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് 2 വീടുകൾ തകർന്നു. സംഭാഷണത്തിലൂടെ സമൂഹത്തിൽ എന്തു മാറ്റമുണ്ടാക്കാനാകുമെന്നതിന്റെ ദൃഷ്ടാന്തമാണ് തോപ്പിൽ ബാസിയുടെ രചനകളെന്ന് മുൻമന്ത്രി MA ബേബി. സവർണ മനോഭാവത്തിനെതിരായ തോപ്പിൽ ബാസിയുടെ നിലപാടുകൾ പ്രചരിപ്പിക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യകതയെന്നും MA ബേബി. പാലക്കാട്ട് തോപ്പിൽ ബാസി ജന്മശതാബ്ദി ആഘോഷം. പാലിയക്കരയിൽ ലഹരിവേട്ട. നിർത്തിയിട്ട കാറിൽ നടത്തിയ പരിശോധനയിൽ MDMA-യും കഞ്ചാവും പിടികൂടി. കൊല്ലം സ്വദേശി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട തേലപ്പിള്ളിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി സ്കൂബ ഡ്രൈവർ പിടിയിൽ. C. അച്യുതമേനോൻ സ്മൃതി യാത്ര പ്രയാണം തുടരുന്നു. കൊച്ചി പാലത്തിനു സമീപം യാത്രയ്ക്ക് തൃശൂർ ജില്ലയുടെ വരവേൽപ്പ്. യാത്ര 29-ന് തിരുവനന്തപുരത്തെത്തും. C. അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം 30-ന്. വാർത്തകൾ തുടരുന്നു. മാവോയിസ്റ്റ് നേതാവ് സോമൻ പിടിയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് സോമനെ പിടികൂടിയത്. കൽപ്പറ്റ സ്വദേശി സോമൻ മാവോയിസ്റ്റ് നാടുകാണി ദളം കമാൻഡന്റാണ്. പോലീസിനെ ആക്രമിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ആഴ്ച മാവോയിസ്റ്റ് നേതാവ് മനോജിനെ പോലീസ് പിടികൂടിയിരുന്നു. എറണാകുളത്തേക്ക് കൊണ്ടുപോയ സോമനെ ATS ചോദ്യം ചെയ്യുകയാണ്. സംസ്ഥാനത്തെ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ അനുമതിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ BJP സംരക്ഷണമൊരുക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായത് യാദൃശ്ചികമല്ലെന്നും മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിനു പിന്നിലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 95% മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത്. ഇത് തീവ്ര ചിന്താഗതിക്കാരാണ്. ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും UDF-ഉം എടുക്കുന്നത്. ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കാൻ വരുന്നവർക്ക് സഹായം നൽകലാണോ? അതല്ല കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള നടപടിയാണോ സർക്കാർ എടുക്കുന്നത്? പ്രകോപനപരമായ നിലപാടാണിത്. ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അത്തരം സ്ഥാപനങ്ങളിൽ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ വന്നാൽ അത് ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിനെ അപലപിക്കുകയാണ്. മലമ്പനി പോലുള്ള മാരക രോഗങ്ങളോട് പടവെട്ടി ജീവിതം പടുത്തുയർത്തിയവരാണ് കുടിയേറ്റ കർഷകരെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ.
തൃശൂർ ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുടിയേറ്റവും കയ്യേറ്റവും ഒന്നല്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെ അവകാശികളായി മണ്ണ് മാറ്റിയെടുത്തവരാണ്. കയ്യേറ്റക്കാർ ഭൂമി തട്ടിയെടുത്തവരുമാണ്. അതുകൊണ്ട് തന്നെ കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേപോലെയല്ല സർക്കാർ കാണുന്നത്. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുകയുമാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിരിക്കുകയാണ്. കാട് നിലനിർത്തേണ്ടതിനൊപ്പം ജണ്ടയ്ക്കിപ്പുറമുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ അർഹരായ മുഴുവൻ പേർക്കും ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന നിർബന്ധപൂർണമായ അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത്. കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെ അവകാശികളായി മണ്ണ് മാറ്റിയെടുത്തവരാണ്. കയ്യേറ്റക്കാർ ഭൂമി തട്ടിയെടുത്തവരുമാണ്. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ നിലവാരത്തിലായിരിക്കില്ല ഈ ഗവൺമെന്റ് കാണുക. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി വേണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യുമ്പോൾ കയ്യേറ്റക്കാർക്കെതിരായി കർശനമായ നടപടിയെടുത്തുകൊണ്ട് അങ്ങനെ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കലായിരിക്കും ഗവൺമെന്റിന്റെ ലക്ഷ്യം. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യന് സംരക്ഷണം നൽകാനും ആവശ്യമെങ്കിൽ വെടിവെക്കാനുമുള്ള അവകാശം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി MP. തൃശൂർ ഇഞ്ചക്കുണ്ട് കുടിയേറ്റം വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. കേരളത്തിൽ വന്യജീവികളും കർഷകരുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുമ്പോൾ പോലീസാണ് ഇടപെടുന്നത്. ഇതേ മാതൃകയിൽ വന്യമൃഗം നാട്ടിലിറങ്ങിയാൽ പോലീസിന് ഇടപെടാനും ജില്ലാ മേധാവിക്കെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനും കഴിയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാകണം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. ഫെൻസിംഗ് സ്ഥാപിച്ചതുകൊണ്ടോ നഷ്ടപരിഹാരം നൽകിയതുകൊണ്ടോ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനാകില്ല. നിയമ ഭേദഗതി തന്നെയാണ് ശാശ്വതമായ പരിഹാരം. 7 വർഷം മുമ്പ് 2000 ആനകളുണ്ടായിരുന്നത് ഇപ്പോൾ 1500 കുറഞ്ഞു എന്ന റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്നും MP പറഞ്ഞു. വന്യമൃഗം വനത്തിനു പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യനെയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ഉണ്ടാകേണ്ടതെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ചർച്ചകളുണ്ടാകണമെന്നും ഇതിനാവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. ആനകളുണ്ട് എന്ന് പറയുന്നത് 1500 കുറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് ഏത് രീതിയിലാണ് ആ കണക്കിലേക്ക് ചെന്നെത്തിയതെന്നത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ട ജനത്തിനെയാണെന്ന് കൃത്യമായി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത് പറയാൻ നമുക്ക് ഒരു ചങ്കൂറ്റം കേന്ദ്രത്തിനുണ്ടാകണം. അപ്പോൾ അതേ മാതൃകയിൽ ഇങ്ങനെയൊരു വിഷയം പുറത്തേക്ക് വരുമ്പോൾ, വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ വെടിവെക്കുവാനായിട്ടുള്ള മിനിമം പോലീസിനെ ജില്ലാ മേധാവിക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതി സർക്കാർ നടത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അത് നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. സ്വയരക്ഷയ്ക്കായി വന്യമൃഗങ്ങളെ കൊന്നാൽ പോലും കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കുകയാണ്. ഈ നിയമം മാറണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നെങ്കിൽ കീഴ്പ്പെടുത്തി അതിനെ കൂട്ടിലടയ്ക്കണം. മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും വരും. അത് ആനയായാലും പുലിയായാലും ഇതൊക്കെ തിരിച്ചു വരും. അപ്പോൾ കൃത്യമായി നമുക്കിതിനൊരു പോരാട്ടം ആവശ്യമാണ്, നിയമ ഭേദഗതി ആവശ്യമാണ്. അത് നടപ്പിലാക്കുവാൻ ഒരുമിച്ച് നിന്ന് സർക്കാരും ജനങ്ങളും കേന്ദ്രം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് കഴിയൂ. സെമിനാറിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, കേരള വനഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ AV രഘു എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സംഭാഷണത്തിലൂടെ സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാക്കാനാകുമെന്നതിന്റെ ദൃഷ്ടാന്തമാണ് തോപ്പിൽ ഭാസിയുടെ രചനകളെന്ന് മുൻ മന്ത്രി എം.എ. ബേബി. സവർണ മനോഭാവത്തിനെതിരായ തോപ്പിൽ ഭാസിയുടെ നിലപാടുകൾ പ്രചരിപ്പിക്കപ്പെടേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യകതയെന്നും പാലക്കാട്ട് തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത എം.എ. ബേബി പറഞ്ഞു. കേരളത്തിന്റെ നാടക സംസ്കാരത്തെ ജനകീയമാക്കി മാറ്റുക മാത്രമല്ല, സംഭാഷണത്തിലൂടെ സമൂഹത്തിൽ അടിമത്തത്തിനെതിരെയുള്ള വിത്തിടൽ കൂടിയാണ് തോപ്പിൽ ഭാസി നടത്തിയത്. KPSCയുടെ അമരക്കാരനെന്ന നിലയിൽ പിന്മുറക്കാരെ വാർത്തെടുത്ത് ചരിത്രം സൃഷ്ടിച്ചു. രാഷ്ട്രീയത്തിലെ ശരികൾക്കൊപ്പം നിലയുറപ്പിക്കുകയും സഞ്ചരിക്കുകയും ചെയ്തു. ആഢ്യ മനോഭാവങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാലത്ത് തോപ്പിലിന്റെ ജീവിതത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കണമെന്നും എം.എ. ബേബി പറഞ്ഞു. അതിൽ അന്നവർ ചെയ്തതിൽ നിന്നും അതേപടി നമുക്ക് സ്വീകരിക്കാവുന്നതും പകർത്താവുന്നതും പറഞ്ഞുകൊണ്ട്, എന്നാൽ അവർ ചെയ്തതുപോലെ അന്ന് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും മേധാവിത്വം പുലർത്തിയിരുന്ന ചില രീതികൾ, ചില പ്രവണതകൾ, ചില ശൈലികൾ, ചില സ്വഭാവ സവിശേഷതകൾ അതിനെയാകെ മാറ്റിമറിച്ച് പുതുതൊന്ന് അവർ സൃഷ്ടിച്ചു. അതുപോലെ നമ്മൾ ഇന്ന് സൃഷ്ടിക്കേണ്ട പുതിയത് എന്താണ്? ഉദാഹരണം നാടകത്തിന്റെ കാര്യം തന്നെ എടുക്കാം. സംഗീത നാടക അക്കാദമി, പൂക്കാസ, യുവകലാ സാഹിതി, സ്വരലയ എന്നിവ സംയുക്തമായാണ് തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചത്. തോപ്പിൽ ഭാസിയുടെ ജീവിത മുഹൂർത്തങ്ങൾ അടയാളപ്പെടുത്തിയ ഫോട്ടോ പ്രദർശനം, നാടക കലാകാരന്മാരുടെ കൂട്ടായ്മ, നാടകഗാനങ്ങളുടെ ആലാപനം, സെമിനാറുകൾ, ചർച്ചകൾ എന്നിവ നടന്നു. സ്വരലയ പ്രസിഡന്റ് NN കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. PRO P ഗംഗാധരൻ, പ്രമോദ് പയ്യന്നൂർ, കരുവള്ളൂർ മുരളി, MC ഗംഗാധരൻ, TR അജയൻ, പ്രസാദ് മാത്യു, തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സി അച്യുതമേനോൻ സ്മൃതി യാത്രയ്ക്ക് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി. CPI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പാലത്തിനു സമീപം യാത്രയെ വരവേറ്റത്. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമയുമായാണ് സ്മൃതി യാത്ര. ഇവിടുത്തെ ഭൂവുടമ ബന്ധത്തെ ശക്തമായി സ്വാധീനിച്ച ഇരടികളായിരുന്നു. സാമൂഹിക വിപ്ലവത്തോടൊപ്പം ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം സ്മൃതിയാത്ര എത്തിയത്. CPI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് വികാരനിർഭരമായ വരവേൽപ്പ് നൽകി. ഇക്കഴിഞ്ഞ ജൂലൈ 25-ന് പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ട സ്മൃതിയാത്ര ജൂലൈ 29-ന് തിരുവനന്തപുരത്തെത്തും. 30-ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രൻ, ജാഥാംഗങ്ങളായ സത്യൻ മൊകേരി, TV ബാലൻ, TT ജിസ്മോൻ, ES ബിജിമോൾ, P കബീർ എന്നിവരെ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, റവന്യൂ മന്ത്രി K രാജൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. P ബാലചന്ദ്രൻ MLA, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി രമേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, KG ശിവാനന്ദൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KV വത്സലകുമാർ, MR സോമനാരായണൻ, EK സതീശൻ, T പ്രദീപ് കുമാർ, ബിനോയ് ഷബീർ, പ്രസാദ് പറേരി, P ശ്രീകുമാർ, അരുൺ കാളിയത്ത്, TP സുനിൽ, കുഞ്ഞുത്തു, MK മൊയ്തീൻകുട്ടി എന്നിവർ ചേർന്ന് യാത്രയെ സ്വീകരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാനത്തുടനീളമുണ്ടായ ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുത ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്നും ജീവനക്കാർ രാപ്പകൽ ഭേദമന്യേ വൈദ്യുത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി തൃശൂർ തുമ്പൂർ 33 kV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലയിൽ വൈദ്യുതി വിതരണ പ്രസരണ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇക്കാലയളവിൽ നടപ്പാക്കിയതെന്ന് മന്ത്രി അറിയിച്ചു. ചാലക്കുടി കുന്നംകുളം 220 kV സബ്സ്റ്റേഷൻ, മണ്ണുത്തി 110 kV സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമായി. മാള കൊടുങ്ങല്ലൂർ 64 kV സബ്സ്റ്റേഷനിൽ നിന്ന് 110ആയും പാലക്കൽ 33 kV സബ്സ്റ്റേഷൻ 110 kVയായും ഉയർത്തി. മ്ലാങ്ങാട് 33 kV സബ്സ്റ്റേഷൻ പൂർത്തീകരിച്ചു. 2 വർഷത്തിൽ പുഴയ്ക്കൽ, തൃശൂർ മെഡിക്കൽ കോളേജ്, വരന്തരപ്പിള്ളി, എളനാട് 33 kV സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈഡ്രോ പ്രോജക്റ്റിന് നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള സാധ്യത എല്ലാം. അതുമാത്രമല്ല, ഇനിയിപ്പുള്ള പദ്ധതി ഇപ്പോൾ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത് ഫ്ലഡ് കൺട്രോളും ഇറിഗേഷനും
വൈദ്യുതി ഉൽപ്പാദനം, ഇത് മൂന്നും കൂടിയുള്ള പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആ ചെയ്താൽ നമുക്ക് കുറേ അതിന് സഹകരണവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള സാമ്പത്തിക സഹായം അതിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ കണ്ടപ്പോൾ. അത് ചെയ്യാനുള്ള ഒരു പരിശ്രമം കൂടി നടത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. തുമ്പൂർ, കൊമ്പടിഞ്ഞാമാക്കൽ, കടുപ്പശ്ശേരി, കുഴിക്കാട്ടുശ്ശേരി, കൊറ്റനല്ലൂർ പ്രദേശങ്ങളിലെ ഏതാണ്ട് 1,00,000 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് പദ്ധതി പ്രയോജനപ്പെടും. 7.7 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ മങ്കര ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 4-ാം വാർഡിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വാർഡ് നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും BJPയും വാശിയേറിയ പ്രചരണവുമായി കളം നിറഞ്ഞതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വാർഡ് സാക്ഷ്യം വഹിക്കുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡായ കൂരാത്തു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണത്തിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച വീടുകൾ കയറി വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് 3 രാഷ്ട്രീയ പാർട്ടികളും. LDF സ്ഥാനാർത്ഥിയായി ശ്രീജയും UDF സ്ഥാനാർത്ഥിയായി അനിശ്രീയും BJP സ്ഥാനാർത്ഥിയായി ഉഷയുമാണ് മത്സരിക്കുന്നത്. വർഷങ്ങളായി LDF സ്ഥിരമായി വിജയിച്ചു വരുന്ന വാർഡാണിത്. ഇത്തവണ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സ്ഥലം MLA അനുവദിച്ച പദ്ധതികൾ പോലും വാർഡിൽ അനുവദിക്കാതെ അട്ടിമറിച്ച UDF ഭരണസമിതിക്കുള്ള മറുപടിയാകും ഈ തിരഞ്ഞെടുപ്പെന്നും CPM നേതാക്കൾ പറഞ്ഞു. LDF ഒറ്റക്കെട്ടായി ഈ വാർഡിൽ മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലും പ്രവർത്തനവുമാണ് LDF ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ളത്. എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാനും ഇവിടുത്തെ വലിയ പദ്ധതികൾ നമുക്ക് ഈ വാർഡിൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. 4-ാം വാർഡിൽ ജനപ്രതിനിധി ഇല്ലാതിരുന്നിട്ടും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും UDF ഭരണസമിതിയുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാകും ഈ തെരഞ്ഞെടുപ്പെന്നും LDF കുത്തക സീറ്റ് UDF തിരിച്ചുപിടിക്കുമെന്നും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. വികസനം എന്തെന്നറിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 വർഷക്കാലം മെമ്പർ ഇല്ലാത്ത കാലഘട്ടത്തിൽ മങ്കരയിൽ ഈ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണെന്ന് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കൂടുതലായി രാഷ്ട്രീയം നോക്കാതെ തന്നെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയെ ഒരിക്കൽ സഹായിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കാത്ത വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയാണെങ്കിൽ വാർഡിലെ സമൂല വികസനത്തിന് പ്രാമുഖ്യം നൽകുമെന്നും BJP വിജയിച്ച 14-ാം വാർഡിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK വാസുദേവൻ പറഞ്ഞു. തീർച്ചയായിട്ടും BJPക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകാനല്ല, മറിച്ച് ഈ 2020-25 കാലഘട്ടത്തിൽ 14-ാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മെമ്പറുണ്ട്. ആ മെമ്പറെ നമ്മൾ ഈ പൊതുജനത്തിന് മുമ്പിൽ നിർത്തുകയാണ്. ജനങ്ങളെ സമീപിച്ച് വോട്ട് വാങ്ങിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർ ഈ 14-ാം വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തർക്കും അത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. 3 സ്ഥാനാർത്ഥികളും വാശിയേറിയ പ്രചരണവുമായി മുന്നേറുന്നതോടെ ത്രികോണ പോരാട്ടത്തിനാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കനത്ത മഴയിലും കാറ്റിലും കോട്ടായി പിരായിരി മേഖലകളിൽ വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് മേഖലയിലെ 2ഓളം വീടുകൾ തകർന്നു. കോട്ടായി പുളിനെല്ലി കാവതിയോട് രാധാകൃഷ്ണന്റെ വീടിന് മുകളിലാണ് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി രാധാകൃഷ്ണൻ പറഞ്ഞു. ആളപായമില്ല. കാലവർഷക്കെടുതിയിൽ പിരായിരി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കല്ലേക്കാട്, ചാമക്കാട്, അംബേദ്കർ പട്ടികജാതി കോളനിയിൽ പാറുവിന്റെ വീടിന്റെ ചുമരും മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു. വീട് തകർന്നതോടെ കുടുംബം താമസിക്കാനിടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ SMB ജംഗ്ഷന് സമീപം കൂറ്റൻ മരം പാതയിലേക്ക് കടപുഴകി വീണു. ശക്തമായ കാറ്റിലും മഴയിലും റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലാണ് മരം വീണത്. SDPI വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് മരം വെട്ടിനീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. പാലിയക്കരയിൽ നിർത്തിയിട്ട കാറിൽ നടത്തിയ പരിശോധനയിൽ MDMAയും കഞ്ചാവും പിടികൂടി. കാറിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശി സുൽഫിക്കറെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 8.45 ഗ്രാം MDMAയും 10.2 ഗ്രാം കഞ്ചാവുമാണ് സുൽഫീക്കറിൽ നിന്ന് കണ്ടെടുത്തത്. നേരത്തെ കഞ്ചാവ് വിറ്റ കുറ്റത്തിന് എറണാകുളത്ത് സുൽഫീക്കറിന്റെ പേരിൽ കേസുകളുള്ളതായി പുതുക്കാട് പോലീസ് അറിയിച്ചു.
കഞ്ചാവും മയക്കുമരുന്നും എവിടെ നിന്നാണ് വാങ്ങിയത് എന്നതിനെക്കുറിച്ചും എവിടേക്കാണ് കൊണ്ടുപോയിരുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പുതുക്കാട് SHO സജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇരിഞ്ഞാലക്കുട തേലപ്പള്ളിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി സ്കൂബ ഡ്രൈവർ അറസ്റ്റിൽ. പെരുമ്പിള്ളിശ്ശേരി സ്വദേശി 24 വയസ്സുള്ള ശ്യാമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 20 ഗ്രാം MDMA-യുമായി മോട്ടോർ സൈക്കിളിൽ വരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്തക്കച്ചവടക്കാരിൽ പ്രധാനിയാണ് പിടിയിലായ ശ്യാമെന്ന് പോലീസ് അറിയിച്ചു. ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് ഇയാൾ MDMA കൊണ്ടുവന്നത്. തൃശൂർ റൂറൽ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിലെ തട്ടുകടയിൽ നിന്നും വാങ്ങിയ മുട്ടബജിയിൽ നിന്നും പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് നഗരസഭ. വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്നാണ് ഏങ്കക്കാട് സ്വദേശി കഴിഞ്ഞ ദിവസം മുട്ടബജി വാങ്ങിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് എങ്കക്കാട് സ്വദേശി രാജേഷ് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് 10 മുട്ടബജികൾ വാങ്ങിയത്. തുടർന്ന് വീട്ടിലെത്തി കുടുംബാംഗങ്ങൾക്ക് നൽകിയ ശേഷം അതിലൊന്ന് കഴിക്കാനായി എടുത്തപ്പോഴാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത്. സംഭവം വാർത്തയായതോടെ നഗരസഭ ആരോഗ്യ വിഭാഗം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് തുറന്ന തട്ടുകട അധികൃതരെത്തി താൽക്കാലികമായി അടപ്പിച്ചു. സംഭവത്തിൽ ഉടൻ വിശദീകരണം നൽകണമെന്നും തട്ടുകടക്കാരന് ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF-ന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഏതായാലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെല്ലാമായി ഈ 30-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശൂർ ജില്ലയിൽ മാത്രമായിട്ട് 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇവിടെ ഈ 30-ന് മുള്ളൂർക്കര പഞ്ചായത്തിൽ നടക്കുന്ന 11ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഏരിയ കമ്മിറ്റി അംഗം V രഘു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റിലപ്പള്ളി, KV നഫീസ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത്, CPIM മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി MH അബ്ദുൽ സലാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, ബ്രാഞ്ച് സെക്രട്ടറി KR പ്രദോഷ്, സ്ഥാനാർത്ഥി KB ജയദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക? അത് നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച് താഴെ വരെ യൂണിറ്റ് തലത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തകരെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും. ഇതിനനുസൃതമായി മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് ഓരോ കൊല്ലവും വർദ്ധിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 67,70,000-ലധികം മെമ്പർഷിപ്പ്, 27,000-ലധികം യൂണിറ്റുകളുണ്ട്, 210 ഏരിയ കമ്മിറ്റികളും 2270 വില്ലേജ് കമ്മിറ്റികളും ഒക്കെ ഇന്ന് കേരളത്തിൽ കർഷക സംഘം. ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. T മുരളീധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏരിയ സെക്രട്ടറി P സുധാകരൻ വിശദീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്രപ്രസാദ് കർഷകനാഥത്തിന്റെ ലിസ്റ്റും തുകയും ഏറ്റുവാങ്ങി. ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ്, K കൃഷ്ണകുമാർ, P രാമൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സർക്കാരിനെതിരെ നമ്മൾ കൊണ്ടുവന്ന അഴിമതി, ഇപ്പോൾ ആദ്യം കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിനെതിരെ ബഹുമാനായ അനിൽ അക്കരെ കൊണ്ടുവന്ന അഴിമതി അടക്കം എണ്ണി പരിശോധിച്ചാൽ എല്ലാ അഴിമതിയുടെയും
ആ നൂല് ചരട് ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയന്റെ കുടുംബത്തിലാണ്. ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാരണവന്മാരല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ സ്വത്തുക്കള് മക്കൾക്ക് വീതിച്ചു കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. UDF ചെയർമാൻ MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷനായി. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് വള്ളൂർ, അനിൽ അക്കരെ, രാജേന്ദ്രൻ അരങ്ങത്ത്, NK സുധീർ, കോൺഗ്രസ് നേതാക്കളായ ജോണി മണിച്ചിറ, PA ഷാനവാസ്, മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KMA ബക്കർ, അനീഷ്, പ്രകാശൻ മാസ്റ്റർ, മുരളീധരൻ, UDF ചീഫ് കോർഡിനേറ്റർ K നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. UDF ജനറൽ കൺവീനർ KA മുഹയുദ്ദീൻ സ്വാഗതവും സ്ഥാനാർത്ഥി NS വർഗീസ് നന്ദിയും പറഞ്ഞു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിയമാവബോധം വിദ്യാലയങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്ന് K ബാബു MLA. പാലക്കാട് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. സേവന വേതന വ്യവസ്ഥയിൽ വ്യത്യാസമുണ്ടെങ്കിലും രാജ്യത്ത് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാനത്തെ പോലീസ് സേന കാഴ്ചവെക്കുന്നത്. സ്റ്റുഡന്റ് പോലീസ് സംവിധാനം വിപുലീകരിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിയും വിധം സേനയെ നവീകരിച്ചതും കുറ്റാന്വേഷണ വിഭാഗങ്ങൾ വിപുലീകരിച്ചതും സംസ്ഥാനത്തിനാകെ നേട്ടമാണെന്ന് K ബാബു MLA പറഞ്ഞു. സേന അഭിമുഖീകരിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്കും സേനയിലെ ചിലരിൽ നിന്നുണ്ടാവുന്ന അനുചിതമായ നടപടികൾക്കും പരിഹാരം ആവശ്യമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും അതിനൊരു അതിനൊരു ബറ്റാലിയൻ എന്ന നിലയിലേക്ക് രൂപീകരിക്കപ്പെടുന്നത് ആ സേന അംഗങ്ങളിലുള്ള വർധനവ് അനിവാര്യമാണ് എന്ന സൂചനയാണ് നമുക്ക് തരുന്നത്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഓരോ പ്രശ്നങ്ങളും എടുത്ത് സംസാരിക്കുന്നതല്ല. നമ്മുടെ മേഖലയിലുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന തരത്തിലേക്കാണ് നമ്മുടെ സംഘടനയുടെ വളർച്ച, നമ്മുടെ സംഘടനയുടെ കരുത്ത്. ആ ഇത്തരം പ്രവർത്തനങ്ങളിലുണ്ടാവുന്ന പിരിവുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, KPA ജില്ലാ പ്രസിഡന്റ് L സുനിൽ അധ്യക്ഷത വഹിച്ചു. SP-മാരായ R ആനന്ദ്, PC ഹരിദാസ്, ASP അശ്വതി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MA അജിത് കുമാർ, സംസ്ഥാന ഭാരവാഹികളായ R സതീഷ്, V ജയൻ, SR ഷിനോദാസ്, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സ്വാഗത സംഘം ഭാരവാഹികളായ EP ശശി, CP സുധീഷ്, DYSP-മാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനവും കടുവാ ദിനവും ആചരിച്ചു. സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ എറണാകുളം റീജിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ KR വീണാദേവി ഉദ്ഘാടനം ചെയ്തു. ശിരൂര് മാത്രമല്ല, നമ്മൾക്ക് കേരളത്തിൽ സാധാരണ മഴ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മണ്ണിടിച്ചിലും ലാൻഡ് സ്ലൈഡൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷിക്കേണ്ടത് എന്തിനാണെന്നുള്ളത് അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. പിന്നെ കുറെ കാലങ്ങളായിട്ട് ഇപ്പം കാലാവസ്ഥ വ്യതിയാനവും എല്ലാം സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുകയാണല്ലോ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാമോ? കുട്ടികളൊന്ന് ശ്രദ്ധിക്കാമോ? കോളേജ് പ്രിൻസിപ്പൽ ജയരാമൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് ലോക സർപ്പ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പത്തിരിപ്പാല സർക്കാർ കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ NSS പ്രോഗ്രാം കോർഡിനേറ്റർ അജിത, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടുവ സംരക്ഷണത്തിലൂടെ പ്രകൃതി സംരക്ഷണം എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്ന വിഷയത്തിൽ അനന്യ വിശ്വേഷ് ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും മൂലം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. തൃശൂർ പുതുക്കാട് വടക്കേത്തറാവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ 25 വയസ്സുള്ള അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ മാസം 9-ന് മാതൃസഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യം ഒല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യ വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മാസം മുമ്പ് നെല്ലായി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പുളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ വിവാഹം നടന്നതായി കണ്ടെത്തി. മുമ്പ് ആനന്ദ് വിവാഹാലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ അടുപ്പത്തിലായി ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ 21-ന് കല്യാണ നിശ്ചയവും നടത്തി.
ഇതിനിടെ യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി. അസഭ്യവർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി. യുവാവിൻ്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനഘയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പറഞ്ഞ് കല്യാണം ഉണ്ടാക്കി, രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ടാക്കി. അവർക്ക് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അവർ എൻ്റെ മോളെ കൊന്നു കളഞ്ഞു. എൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി. അവരുടെ സ്വപ്നങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് അവരെ ഒന്നും ചെയ്യാൻ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ 1 മണിക്ക് മരിച്ച കുട്ടീനെ ഇന്ന് ഈ നേരമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോലീസുകാരോട് ചോദിക്കുമ്പോൾ കുട്ടി മരിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വരാൻ മൊഴി എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തോരം ഓടിച്ചു എന്നറിയുമോ. ഐസിയിൽ കിടക്കണ ഒരു കുട്ടിയുടെ അച്ഛൻ FIR കിട്ടാൻ വേണ്ടി 2 മണിക്കൂർ നേരം അവിടെ വെയിറ്റ് ചെയ്യിച്ചു. അവര് SP ഓഫീസിൽ പോയി കുറെ നേരം ഇരുന്നു. ഇവിടെ നിന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിക്കുന്നത്. എവിടേക്കോ ഈ അച്ഛന് വയ്യ. ഈ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഈ അച്ഛനും ബന്ധുക്കളും ചേട്ടന്മാരും ഞങ്ങളെല്ലാവരും ഓടി നടന്നു. ഇനിയും നമുക്കൊരു നീതി നമുക്ക് കിട്ടണം. ഇനിയൊരു അവസ്ഥ ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി കൈക്കൊണ്ടില്ലെന്നും ആരോപണമുണ്ട്. ബിരുദാനന്തര ബിരുദധാരിയായ അനഘ PhDക്കായി റഫർ ചെയ്യുകയായിരുന്നു. അനഘയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. എന്നാൽ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പുതുക്കാട് SHO V സജീഷ് കുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക ഗുണഭോക്തൃ സംഗമം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM ഇന്ദിര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C സുബ്രഹ്മണ്യൻ, C സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴൽമന്ദം പട്ടികജാതി വികസന ഓഫീസർ K സുന്ദരൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V സതീകുമാരി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നവീകരണം പൂർത്തിയായ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൊതയൂർ മുല്ലക്കൽ നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് ഉദ്ഘാടനം P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. നേരത്തെ തന്നെ ആ മാറ്റത്തിന്റെ അടിസ്ഥാനം കുറിച്ചിരുന്നു നമ്മളൊക്കെ. അതാണ് കേരളത്തിന്റെ ഒരു വ്യത്യാസം. ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കേരളം സ്വന്തം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് പറയുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഒരു പദ്ധതി വന്നല്ലോ. 9ാമത് പഞ്ചവത്സര പദ്ധതിയിൽ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പാക്കി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ജനങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നിർവഹിക്കുക, നടപ്പാക്കുക എന്നുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ R അരുൺ, സ്വാഗത സംഘം ചെയർമാൻ M രാമദാസൻ എന്നിവർ പ്രസംഗിച്ചു. SC കോർപ്പസ് ഫണ്ടിൽ നിന്ന് 22,80,000 രൂപ ചെലവഴിച്ചാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ കൺവെൻഷൻ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. കൺവെൻഷനിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. കൺവെൻഷൻ KSSPU ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇവിടെ വരുമ്പോൾ ഒരു രാഷ്ട്രീയം പ്രവർത്തന രഹിതമായി കൊണ്ടുവരാതെ പ്രവർത്തിക്കുന്നു. അവരവരുടെ രാഷ്ട്രീയം അവരവർക്ക് പ്രവർത്തിക്കാം, പക്ഷെ സംഘടന അങ്ങനെ കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് വിവിധ രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ എല്ലാവർക്കും വന്നു ചേരാനുള്ള ഒരു സംഘടനയാണ് കേരള സർക്കാർ. KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ മാസ്റ്റർ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. TK ഭാസ്കരൻ മാസ്റ്റർ, ES കൃഷ്ണൻ, P ഗംഗാധരൻ നായർ, K പരമേശ്വരൻ മാസ്റ്റർ, MK മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. PM സുരേഷ് സ്വാഗതവും P സോമസുന്ദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ വെള്ളാങ്കല്ലൂരിൽ കുറുനരിയെ പിടിച്ച കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. വെള്ളാങ്കല്ലൂർ സ്വദേശി അശോകന്റെ വീടിനു പിന്നിലെ പറമ്പിലാണ് സംഭവം. ഇന്ന് വെളുപ്പിന് 6 മണിക്ക് വീട്ടുവളപ്പിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേൾക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ പറമ്പിൽ അന്വേഷിച്ചപ്പോഴാണ് കുറുനരിയെ ചുറ്റിവരിഞ്ഞ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്.
അവിടെ കാടുകാരനോട് കയറാൻ ബുദ്ധിമുട്ടാ. ഉടൻ വനം വകുപ്പിന്റെ സർപ്പയിൽ അറിയിച്ചു. തുടർന്ന് സർപ്പ റെസ്ക്യൂ അംഗം ബിബീഷ് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. 15 അടിയോളം നീളവും 35 കിലോയോളം തൂക്കവുമുണ്ട് പാമ്പിന്. പെരുമ്പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനം എഴുതിയിട്ടുള്ളത്. അതെ, പറയാം. വിദ്യാഭ്യാസത്തിന് ടാഗോർ പറയുന്നത് എന്താണ് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും എന്നതിനെ സംബന്ധിച്ച് ഗ്രേഡിനെയും മാർക്കിനെയും റേഡിനെയും എല്ലാം അപ്പുറത്ത് അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ ടാഗോറിന്റെ നിരീക്ഷണത്തെ നമുക്ക് പൂർണ്ണമായും സ്വാഗതം ചെയ്യാനാകും. വിദ്യാഭ്യാസത്തിന്റെ പരമമായ അർത്ഥം എന്ന് പറയുന്നത് നല്ല മനുഷ്യരാകുക എന്നതാണ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് TK അച്യുതൻ, CITU ഡിവിഷൻ സെക്രട്ടറി K. ഭാസ്കരൻ, KV സന്തോഷ്, KR വിജയൻ, M. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംഗമം കുടുംബശ്രീ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പത്തിരിപ്പാലയിൽ മായൻ ഓർക്കിഡ് ഗാർഡൻ പ്രവർത്തനം ആരംഭിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസ്രിൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം 1 നിന്ന് തുടങ്ങി, പിന്നെ 2 ഇത് ഒരു ഇവിടെ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ലക്ഷ്യം കൂടി കൈവരിക്കാൻ കഴിയുക എന്നുള്ളത് കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഇവിടെ വരും സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു 50-ൽ പരം വെറൈറ്റികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു മനോഭാവത്തോടു കൂടി ഈ ഒരു തുടക്കം എന്തായാലും വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം കൈവരിക്കാൻ കഴിയട്ടെ. ചടങ്ങിൽ ഗിരീഷ് പാലാരി അധ്യക്ഷനായി. കൃഷി ഓഫീസർ P. തസ്നീം പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ നീന്തൽ പരിശീലകയായ ഹസീനയെ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ പത്രിപ്പാല ആദരിച്ചു. കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് KV ഷമീന, യൂസഫ്, അനസ് സക്കീർ, K. മണികണ്ഠൻ, ജാഫർ പത്രിപ്പാല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അന്തരിച്ച കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളും പുസ്തകരൂപത്തിൽ പ്രകാശനം ചെയ്തു. പരിപാടി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കലയുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറകൾ എത്രത്തോളം അവരതിൽ താല്പര്യം കാണിച്ച് കയറി വരുന്നുണ്ട്. ഈ കയറി വന്ന കലാകാരന്മാർ എത്ര പേർ അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ചില തടസ്സങ്ങൾ അവരെ ഈ സമൂഹത്തിൽ അരുതാത്ത ചില പ്രവർത്തനങ്ങൾ കലയുമായി ബന്ധപ്പെട്ട് ആ ചെറുപ്പക്കാരെ വഴിതിരിച്ച് കൊണ്ടുപോകുന്നു എന്നൊരു വലിയൊരു തലവേദന ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇത് തടയാൻ സമൂഹത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് പുസ്തകം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വെച്ച് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളും പുസ്തകരൂപത്തിലാക്കാൻ സഹായിച്ച കലാമണ്ഡലം MPS നമ്പൂതിരിയെ ആദരിച്ചു. ചടങ്ങിൽ വായനശാല പ്രസിഡന്റും വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മകനുമായ കുഞ്ഞു വാസുദേവൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിർമ്മല രവികുമാർ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമദാസ്, KV സതീശൻ, KV പ്രകാശൻ, തലപ്പള്ളി ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK ഗോപാലൻ, MN ബാർജിലാൽ, K. വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല ഭരണസമിതി അംഗം സുരേഷ് കാളയത്ത് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ വായനശാല ജോയിന്റ് സെക്രട്ടറി V. പ്രമോദ് നന്ദി അറിയിച്ചു. തുടർന്ന് കലാമണ്ഡലം കൃഷ്ണേന്ദുവിന്റെ നേതൃത്വത്തിൽ നരസിംഹാവതാരം നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
കൊപ്പം തിരുവളയനാട് കാവിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് യുവ എഴുത്തുകാരനും പ്രഭാഷകനുമായ PM വ്യാസൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് P ഗോപാലൻ അധ്യക്ഷനായി. P സുധാകരൻ മാസ്റ്റർ, സുബ്രഹ്മണ്യൻ, P പ്രകാശൻ, ഉദയൻ, K മധു തുടങ്ങിയവർ സംസാരിച്ചു. നിർധനരായവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന സാന്ത്വന സ്പർശം പദ്ധതിക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. ഔഷധക്കഞ്ഞി വിതരണം, വിശേഷാൽ ഭഗവത് സേവ എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പനാവൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക മഹാഗണപതി ഹോമവും നടന്നു. ഞായറാഴ്ച കാലത്ത് 6:30 മുതൽ 7:30 വരെയാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടന്നത്. മനിശ്ശേരി കൊച്ചയ്യപ്പനാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിൽ പങ്കെടുത്തത്. തുടർന്ന് 9:30യോടെയാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത്. പള്ളിക്കൽ മിനിമോൾ, മനിശ്ശേരി കൊച്ചയ്യപ്പൻ എന്നീ ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ നടന്ന ഗണപതി ഹോമത്തിന് ക്ഷേത്ര മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി നേതൃത്വം നൽകി. രാമായണ പാരായണവും നടന്നു. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടകം 1 മുതൽ 32 വരെ രാവിലെ 9 മുതൽ 10 മണി വരെ രാമായണ പാരായണം ഉണ്ടായിരിക്കുമെന്നും ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച സമ്പൂർണ്ണ രാമായണ പാരായണവും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കർക്കിടക മാസത്തിലെ എല്ലാ ഞായറാഴ്ചയും കർക്കിടക കഞ്ഞിയും ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. കാലത്ത് 6:30 ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മനിശ്ശേരി കൊച്ചയ്യപ്പനെ കാഴ്ചവെച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് കാലത്ത് 9:30 മനിശ്ശേരി കൊച്ചയ്യപ്പൻ, പള്ളിക്കൽ മിനിമോൾ എന്നീ 2 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ പരിപാടികൾ തുടരുന്നു. കർക്കിടക മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. കർക്കിടക മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച വിശേഷ പൂജകളും വഴിപാടുകളും നടന്നു. കൊപ്പം ഗിരീഷ് ബാബു ഭക്തി പ്രഭാഷണം നടത്തി. ഞാൻ ആത്മചൈതന്യമാണ്, അതുകൊണ്ട് മറ്റൊരു ആത്മചൈതന്യമാണ്, അതുകൊണ്ട് അവനെ ദ്രോഹിക്കേണ്ടത് എപ്പോഴെങ്കിലും ദ്രോഹിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരാളെ ചീത്ത പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചൈതന്യമാണ് ആ ഇരിക്കുന്ന ആളും, അതുകൊണ്ട് അയാളെ ചീത്ത പറഞ്ഞാൽ ഞാൻ ഈശ്വരനെ ചീത്ത പറഞ്ഞതിന് തുല്യമാണ്. അതുകൊണ്ട് ചീത്ത പറയണ്ട തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഇല്ല. കാരണം എന്താ? തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, ഞായറാഴ്ചത്തെ ചടങ്ങുകൾ സ്പോൺസർ ചെയ്ത രാജേഷ് പാലിതൊടി തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ സ്കൂൾ തല കലോത്സവം നടന്നു. പ്രശസ്ത പുള്ളുവൻപാട്ട് കലാകാരനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ VR രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. ആ തനിമ ചോരാതെ യഥാർത്ഥത്തിൽ ആ കല എങ്ങനെയാണോ ആ കലയെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിന്റെ അന്തസ്സത്ത് ചോരാതെ യഥാർത്ഥ രീതിയിൽ തനിമയോടുകൂടി അവതരിപ്പിക്കാൻ സർവശക്തൻ എല്ലാവർക്കും ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും അനുഗ്രഹം നൽകട്ടെ എന്നും ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകളും ഭാവുകങ്ങളും നേരാണ്. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുടെ നിറവിൽ മണ്ണൂർ AUP സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ തല കലോത്സവം വേറിട്ട കാഴ്ചയായി. ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത പുള്ളുവൻപാട്ട് കലാകാരൻ VR രൂപേഷ് അവതരിപ്പിച്ച പുള്ളുവൻപാട്ട് അവതരണവും ശ്രദ്ധേയമായി. പരിപാടിയിൽ വെച്ച് വായനാ ദിനത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഗണേഷ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ഷരീഫ, MPTA പ്രസിഡന്റ് ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീലജ ടീച്ചർ പരിപാടിക്ക് നന്ദി പറഞ്ഞു. S അജിത് കുമാർ, PS സോദി, KN അമൽശങ്കർ, PS വിനീത്, S അനിത, P ഉമാദേവി,
മുഹമ്മദ് ഷിഹാബുദ്ദീൻ, സി അനുസ്മിത, KR ഗ്രീഷ്മ, MP ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മജ്ലിസ് അൻസാറുല്ലാ തൃശൂർ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്ന ക്യാമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് തൃശൂർ പാലക്കാട് ജില്ലാ അമീർ H. സുലൈമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടന കൂടിയാണ് മജ്ലിസ് അൻസാറുല്ലാ. രക്തദാന ക്യാമ്പ് തൃശൂർ IMAയുമായി സഹകരിച്ചുകൊണ്ടാണ് നടത്തിയത്. IMA ഇൻചാർജ് ഡോക്ടർ ബാബു ഡി പാറയ്ക്കൽ, വാർഡ് മെമ്പർ KV പ്രകാശൻ, മൗലവി K. ഗമറുദ്ദീൻ, മൗലവി K. മുഹമ്മദ് സലീം, H. ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ IMA പ്രവർത്തകർക്ക് സംഘാടകർ സ്നേഹോപഹാരം നൽകി. വയോജന വിഭാഗം പ്രസിഡന്റ് T. റാഷിഖ് അഹമ്മദ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ മാവോയിസ്റ്റ് നേതാവ് അറസ്റ്റിൽ. കൽപ്പറ്റ സ്വദേശി സോമനെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. മാവോയിസ്റ്റ് നാടുകാണി ദളം കമാൻഡന്റായ സോമനെ ചോദ്യം ചെയ്യാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. സംസ്ഥാനത്തെ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ BJP സംരക്ഷണമൊരുക്കും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം യാദൃശ്ചികമല്ലെന്നും മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിനു പിന്നിലെന്നും K. സുരേന്ദ്രൻ. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം. മലമ്പനി പോലുള്ള മാരക രോഗങ്ങളോട് പടവെട്ടി ജീവിതം പടുത്തുയർത്തിയവരാണ് കുടിയേറ്റ കർഷകരെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കയ്യേറ്റവും കുടിയേറ്റവും ഒന്നല്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ ആവശ്യമെങ്കിൽ വെടിവെക്കാനുള്ള അവകാശം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി MP. തൃശൂർ ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷത്തിന് തുടക്കം. സംസ്ഥാനത്തുടനീളമുണ്ടായ ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുത ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്ന മന്ത്രി K. കൃഷ്ണൻകുട്ടി. വൈദ്യുതി തടസ്സമൊഴിവാക്കാൻ ജീവനക്കാർ കഠിന പരിശ്രമത്തിലെന്നും മന്ത്രി. തുമ്പൂർ 33 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കാലവർഷക്കെടുതികൾ തുടരുന്നു. കോട്ടായി പിരിയായിരി മേഖലകളിൽ വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് 2 വീടുകൾ തകർന്നു. സംഭാഷണത്തിലൂടെ സമൂഹത്തിൽ എന്തു മാറ്റമുണ്ടാക്കാനാകുമെന്നതിന്റെ ദൃഷ്ടാന്തമാണ് തോപ്പിൽ ബാസിയുടെ രചനകളെന്ന് മുൻമന്ത്രി MA ബേബി. സവർണ മനോഭാവത്തിനെതിരായ തോപ്പിൽ ബാസിയുടെ നിലപാടുകൾ പ്രചരിപ്പിക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യകതയെന്നും MA ബേബി. പാലക്കാട്ട് തോപ്പിൽ ബാസി ജന്മശതാബ്ദി ആഘോഷം. പാലിയക്കരയിൽ ലഹരിവേട്ട. നിർത്തിയിട്ട കാറിൽ നടത്തിയ പരിശോധനയിൽ MDMAയും കഞ്ചാവും പിടികൂടി. കൊല്ലം സ്വദേശി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട തേലപ്പിള്ളിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMAയുമായി സ്കൂബ ഡ്രൈവർ പിടിയിൽ. C. അച്യുതമേനോൻ സ്മൃതിയാത്ര പ്രയാണം തുടരുന്നു. കൊച്ചി പാലത്തിനു സമീപം യാത്രയ്ക്ക് തൃശൂർ ജില്ലയുടെ വരവേൽപ്പ്. യാത്ര 29-ന് തിരുവനന്തപുരത്തെത്തും. C. അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം 30-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.